കഥ തുടരുന്നു. ആദി, ലിജോ മുന്നറിയിപ്പ് പോലെ വിളിച്ചു. അവന് കാര്യം മനസ്സിലായി. അച്ഛാ, അമ്മേ, ഇറങ്ങ്, നമുക്കൊട്ടും സമയമില്ല. ആദി ധൃതി കൂട്ടി. ഒന്നും എടുക്കാൻ നിൽക്കണ്ട, വേഗം വണ്ടിയിൽ കയറ്. ഞങ്ങൾ വരുന്നില്ലെന്ന് പറഞ്ഞില്ലേ? ഇത്തവണ പറഞ്ഞത് സുഗന്ധിയാണ്. തോട്ടത്തിലൂടെ പാഞ്ഞു വന്ന തീക്കണ്ണുകൾ അടുത്തെത്താറായി. ബുൾഡോസറുകൾ പോലെ മൺതിട്ടകൾ ചാടിക്കിടക്കുന്ന വാഹനങ്ങളുടെ മുൻഭാഗം ഉയർന്ന് വെളിച്ചം ആകാശത്തേക്ക് വീശിക്കൊണ്ടിരിക്കുന്നു. ഒരിക്കൽ കൂടി ഞാൻ ചോദിക്കുക, നിങ്ങൾ വരുന്നോ ഇല്ലയോ? ദേഷ്യവും സങ്കടവും കാരണം ആദിയുടെ ശബ്ദം വല്ലാതെ മാറിയിരുന്നു. ഇല്ല. ശേഖരൻ പാറ പോലെ ഉറച്ച മട്ടാണ്. എങ്കിൽ നിങ്ങൾ ഇവിടെ കിടന്ന് ചാകേണ്ടി വരും. ചത്തോളാം. വാഹനങ്ങളുടെ വെളിച്ചം ഇടവിട്ട് ആ വീട്ടിൽ പതിഞ്ഞുകൊണ്ടിരുന്നു. അപകടം മനസ്സിലാക്കിയ അയൽക്കാർ നിമിഷങ്ങൾക്കുള്ളിൽ സ്ഥലം വിട്ടു. സാജ, നീ ജീപ്പ് മാറ്റിക്കോ, ആദി തിടുക്കത്തിൽ വിളിച്ചു പറഞ്ഞു. പിന്നെ ഭദ്രയെ കൈപ്പിടിച്ച് എഴുന്നേൽപ്പിച്ചു. നിങ്ങളോ? സാജൻ തിരക്കി. വരുന്നത് പോലെ വരട്ടടാ. സാജൻ വേഗം ജീപ്പ് സ്റ്റാർട്ട് ചെയ്ത് ലൈറ്റിടാതെ ഓടിച്ചു പോയി. അർദ്ധവൃത്താകൃതിയിൽ വന്ന വാഹനവ്യൂഹം വീടിന് 100 മീറ്ററോളം അടുത്തപ്പോൾ രണ്ടായി പിരിഞ്ഞു. ലിജോ, അവന് ഒരടയാളം നൽകിയിട്ട് ആദി ഭദ്രയെ ഉയർത്തി തോളിലിട്ട് വീടിന് പിന്നിലെ തുളസിപ്പാടത്തേക്ക് ഓടി. ശേഖരൻ്റെയും സുഗന്ധിയുടെയും എതിർപ്പിനെ അവഗണിച്ച് ലിജോ അവരുടെ കൈപ്പിടിച്ച് പിന്നാലെ കുതിച്ചു. വിടറാ ഞങ്ങളെ, ശേഖരൻ കുതറി. ഞങ്ങളെ പിടിക്കാൻ നിനക്കെന്ത് അധികാരം? അധികാരം ഇന്ത്യ പ്രസിഡന്റ് രേഖാമൂലം എഴുതി തന്നിട്ടുണ്ട്. പിന്നെ കാണിക്കാം. ഇപ്പം എൻ്റെ കൂടെ വാ. ശേഖരൻ ലിജോയെ ചീത്ത വിളിച്ചു. പക്ഷെ അവൻ അതൊന്നും ശ്രദ്ധിച്ചില്ല. 2 വഴി പിരിഞ്ഞ വാഹനങ്ങൾ ഒരു നിശ്ചിത അകലത്തിൽ വീടിനെ വലയം ചെയ്തു. 6 സുമോ വാനുകൾ. അവയുടെ വെളിച്ചം വീടിൻ്റെ ചുറ്റുവട്ടത്ത് നിറഞ്ഞു. എൻജിൻ ഓഫ് ചെയ്യാതെ വാഹനങ്ങളിൽ നിന്ന് 25ഓളം പേർ ചാടിയിറങ്ങി. വെളിച്ചത്തിലൂടെ മുന്നോട്ട് നടന്ന് അവർ വീടിനടുത്തെത്തി. നടക്കുന്ന വഴി മുമ്പിൽ കണ്ട വാഴകൾ അവർ മടവാൾ കൊണ്ട് വെട്ടിവീഴ്ത്തി. ഡേയ് ശേഖര, കൂട്ടത്തിൽ നേതാവെന്ന് തോന്നിയ ആൾ തുറന്നു കിടന്ന വാതിലിലേക്ക് നോക്കി വിളിച്ചു. പ്രതികരണമില്ലാതായപ്പോൾ അയാൾക്ക് കലി വന്നു. ഉള്ളേ ഏറി മുഴുസ തേറിപ്പാറുങ്കെ, അയാൾ മറ്റുള്ളവരോട് കൽപ്പിച്ചു. ആളുകൾ 2 വാതിൽ വഴി അകത്തേക്ക് ഇരച്ചു കയറി. മുറികളും അടുക്കളയും മുഴുവൻ അവർ അടിച്ചു പെറുക്കി നോക്കി. പിന്നെ തിരിച്ചെത്തി. ഉള്ളേ ഒരുത്തന് കിടയാതെങ്കെ, അവർ നേതാവിനോട് പറഞ്ഞു. അയാൾ വേഗം സെൽഫോൺ എടുത്ത് ആരെയോ വിളിച്ചു. 10 സെക്കൻഡ് സംസാരിച്ചിട്ട് അയാൾ മറ്റുള്ളവരെ നോക്കി. അവർക്ക് കാര്യം മനസ്സിലായി. പെട്ടെന്ന് ഓരോ സുമോ വാനിലും 4 പേർ വീതം കയറി. ബാക്കിയുള്ളയാൾ നേതാവിനൊപ്പം നിന്നു. വാനുകൾ ബന്ദിത്തോട്ടങ്ങളിലൂടെയും തുളസിത്തോട്ടങ്ങളിലൂടെയും നെടുകയും കുറുകയും ഓടി. ടയറുകൾക്കിടയിൽ പൂക്കളും ഇലകളും ഞെരിഞ്ഞമർന്നു. വീടിന് ചുറ്റുമുള്ള പാടങ്ങൾ ഉഴുതുമറിച്ചതുപോലെയായി. ഒരിടത്തും ആരെയും കാണാതെ സുമോ വാനുകൾ മടങ്ങിയെത്തി. അന്ത പെട്രോൾ ക്യാൻ എടുത്തോണ്ട് വാടാ. നേതാവിൻ്റെ അടുത്ത കൽപ്പന അതായിരുന്നു. ഇനിമേ ഇന്ത വീട്ടിൽ യവനും ഇരിക്കക്കൂടാതെ. അനുയായികളിൽ ഒരാൾ പെട്രോൾ നിറച്ച കന്നാസ് കൊണ്ടുവന്നു. നേതാവ് അതുമായി അകത്തേക്ക് കയറി. വീട്ടിലുണ്ടായിരുന്ന സകല സാധനങ്ങളിലും അയാൾ പെട്രോൾ തെളിച്ചു. പിന്നെ കന്നാസുമായി പുറത്തെത്തിയതും അയാൾ കന്നാസ് അകത്തേക്ക് തന്നെ വലിച്ചെറിഞ്ഞു. തുടർന്ന് തറയിൽ വീണ പെട്രോളിൻ്റെ തലയ്ക്കൽ തീപ്പെട്ടിക്കോൽ ഉരച്ചിട്ടു. ഒരു തീപാമ്പ് അകത്തേക്ക് ഓടിപ്പോയി വീടിനുള്ളിൽ മറഞ്ഞു. അടുത്ത നിമിഷം ഒരാളിക്കത്തൽ. വാതിലുകളിലും ജനലഴികളിലും കൂടി തീനാളങ്ങൾ പുറത്തേക്ക് ചാടി. അകത്തെ സകല വസ്തുക്കൾക്കും തീ പിടിച്ചപ്പോൾ അവ മേൽക്കൂരയോളം ഉയർന്നു. ചൂടുപിടിച്ച ഓടുകൾ പടക്കങ്ങൾ പോലെ പൊട്ടിത്തെറിച്ചു. ഗുണ്ടാത്തലവൻ അത് കണ്ട് പുച്ഛഭാവത്തിൽ ചിരിച്ചു. ഊരുവിട്ട് ഊരുവന്ത് ആട്ടം പോട ആളോക്ക് മലയാളികൾ വളർന്നിട്ടാങ്കളാ. ഇവനുക്കെല്ലാം എവളോം ധൈര്യം ഇരിക്കാണ് പാപ്പോം. ഇപ്പം മട്ടും കയ്യിൽ കിടച്ചാ ഇന്ത നിരപ്പ് അണയറുതൾക്ക് അവങ്ക എല്ലാത്തെയും ഇന്ത തീക്ക് ഇരയാക്കിടുവേൻ. വാങ്കടാ പോവാം. അയാളുടെ നിർദ്ദേശം കിട്ടിയ ഉടൻ മറ്റുള്ളവർ സുമോകളിൽ കയറി പൂന്തോട്ടങ്ങളിൽ പൊടിപ്പടലങ്ങൾ ഇളക്കി അവ പാഞ്ഞുപോയി. അകലെയുള്ള ഒരു തോട്ടക്കരയിൽ തൻ്റെ വീട് കത്തിയെരിയുന്നത് നോക്കി ഹൃദയം നുറുങ്ങി നിൽക്കുകയായിരുന്നു ശേഖരൻ. എത്രയോ വർഷങ്ങളായുള്ള അധ്വാനമാണ് എരിഞ്ഞു ചാരമാകുന്നത്. നെഞ്ചു തടവിക്കൊണ്ട് അയാൾ തറയിൽ കുത്തിയിരുന്നു. തല ചായ്ക്കാൻ ഒരിടമോ മാറിയെടുക്കാൻ ഒരു തുണിയോ അവശേഷിച്ചിട്ടില്ല. ഇനി എങ്ങനെ ജീവിക്കും? ഗൗണ്ടറുടെ പാറക്കുളത്തിലെ താമരകൾ മുഴുവൻ മീൻപിടുത്തത്തിനിടയിൽ ജനങ്ങൾ നശിപ്പിച്ചു കളഞ്ഞു. അല്ലെങ്കിൽ തന്നെ ഇനി അവിടെ കാലുകുത്താൻ ഗൗണ്ടർ അനുവദിക്കുമെന്ന് തോന്നുന്നില്ല. അയാളെ ഭയന്ന് അയൽക്കാർ പോലും ഇനി സഹായിക്കുകയോ സഹകരിക്കുകയോ ഇല്ല. ജീവിതം ഒരു വലിയ ചോദ്യചിഹ്നമാകുന്നത് ശേഖരൻ അറിഞ്ഞു. ഇതിനിടെ തനിക്ക് സംഭവിച്ചത് എന്താണെന്ന് ഭദ്ര അവരോട് പറഞ്ഞിരുന്നു. ശേഖരനും സുഗന്ധിയും അത് കേട്ട് സ്തബ്ധരായിപ്പോയിരുന്നു. ഇനി അച്ഛൻ്റെ അമ്മയുടെ തീരുമാനമെന്താ? ഞങ്ങളുടെ കൂടെ വരുന്നോ അതോ? ആദ്യ ചോദ്യഭാവത്തിൽ ഇരുവരെയും നോക്കി. ഞങ്ങൾ വരുന്നില്ല. ശേഖരന് അപ്പോഴും രണ്ടാമതൊന്നും ചിന്തിക്കാനുണ്ടായിരുന്നില്ല. സംശയത്തിൻ്റെ വലിയൊരു വല വന്ന് ആദ്യയെ പൊതിഞ്ഞു. എന്താണ് അവർ ഇങ്ങനെ വാശി പിടിക്കാൻ കാരണം? ഭദ്രയ്ക്ക് 3-4 വയസ്സുള്ളപ്പോഴാണ് ഇതുപോലൊരു രാത്രിയിൽ അച്ഛനും അമ്മയും കുമളിയിൽ നിന്ന് പോകുന്നത്. എവിടേക്കെന്നില്ലാതെ. വരുന്നില്ലെന്ന് വാശി പിടിച്ചത് കാരണം തന്നെയും മുത്തശ്ശിയെയും അവിടെ തന്നെ നിർത്തി. അന്നു മുതൽ ഉത്തരം കിട്ടാതെ കിടക്കുന്ന ഒരു സമസ്യയാണിത്. അച്ഛൻ്റെ അന്നത്തെ നാടുവിടലിൻ്റെ കാരണമെന്താണ്?
എത്രയോ വട്ടം അത് ചോദിച്ചിരിക്കുന്നു, പക്ഷേ അതിന് മാത്രം ഉത്തരമില്ല. ശരി, ആദി പറഞ്ഞു. നിങ്ങൾ രണ്ടുപേരും ഇവിടെ തന്നെ നിൽക്കണമെന്ന് വെച്ചോ. ഗൗണ്ടർ നിങ്ങളെ വെറുതെ വിടുമോ? അഥവാ അയാൾ വിട്ടാൽ തന്നെ അയാളുടെ മകൻ അടങ്ങിയിരിക്കുമോ? അവർ കൊല്ലുകയാണെങ്കിൽ കൊല്ലട്ടെ, ഞങ്ങൾ സഹിച്ചോളാം. എന്നാലും കുമളിക്ക് വരില്ല. ഇല്ല, ഇനി പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് ആദിക്ക് തോന്നി. സമ്മതിച്ചു. പക്ഷേ അതിൻ്റെ കാരണമെങ്കിലും അറിയാനുള്ള അവകാശം മകൻ എന്ന നിലയിൽ എനിക്കുണ്ട്. നിങ്ങൾ പറഞ്ഞേ പറ്റൂ. കത്തിയെരിയുന്ന വീടിൻ്റെ തീരൂപം അവൻ്റെ കണ്ണുകളിൽ തിളങ്ങി. ഞങ്ങൾക്കൊന്നും പറയാനില്ല, ശേഖരൻ തുടർന്നു. നിനക്ക് നിർബന്ധമാണെങ്കിൽ ഭദ്രയെ കൊണ്ടുപോയിക്കോ. ഈ മണ്ണിൽ കിടന്ന് മരിക്കാനാണ് യോഗമെങ്കിൽ അത് അനുഭവിക്കാൻ ഞങ്ങൾ ഒരുക്കമാ. ആദി എന്തോ ചിന്തിച്ചു നിന്നു. പിന്നെ പറഞ്ഞു, നിങ്ങൾ കുമളിക്ക് മടങ്ങി വരാത്തതിൻ്റെ രഹസ്യം ഒരിക്കൽ ഞങ്ങൾ അറിയും. പിന്നെ ആര് പറഞ്ഞാലും ഒന്നും അനുസരിക്കില്ല, ഞാൻ പറഞ്ഞേക്കാം. അത് കേട്ടപ്പോൾ അച്ഛൻ്റെ മുഖത്തുണ്ടായ ഞെട്ടൽ ആദി കണ്ടു. വീടിനെ പൂർണ്ണമായും തീ പൊതിഞ്ഞു കഴിഞ്ഞിരുന്നു. കന്യാകുമാരി ജില്ലയിലെ തേരേക്കാൽ പുതൂർ. ഗൗണ്ടറുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ നടത്തുന്ന പഞ്ചനക്ഷത്ര ഹോസ്പിറ്റൽ. പാവങ്ങൾക്ക് വേണ്ടി ഗൗണ്ടർ ഉണ്ടാക്കിയതാണ് അതെന്നാണ് വൈപ്പ്. പക്ഷേ അവിടെ ചികിത്സ നേടിയവർക്ക് കിടപ്പാടം പോലും ഗൗണ്ടറുടെ പേരിൽ എഴുതി കൊടുക്കേണ്ടി വന്നിട്ടുണ്ടെന്നാണ് ജനസംസാരം. ഹോസ്പിറ്റൽ മുറ്റത്തെ വിശാലമായ പാർക്കിംഗ് ഏരിയയിലേക്ക് ചീറി വന്ന് ഒരു വെളുത്ത ഇന്നോവ കാർ ബ്രേക്കിട്ടു. വാച്ചർ ഭവ്യതയോടെ ഓടിയെത്തി ഡോർ തുറന്നു. രോഷം മുഴുവൻ തറയിൽ ചവിട്ടി അമർത്തി ഒരാൾ കാറിൽ നിന്ന് ഇറങ്ങി. അഴകരാജ, ഗൗണ്ടറുടെ മകൻ. 6 അടിയിലധികം ഉയരം, അധികം വണ്ണമില്ലാത്ത ശരീരം, പറ്റെ വെട്ടിയ മുടിയും ബുൾഗാൻ താടിയുള്ള അഴകരാജ വെളുത്ത ജുപ്പയും ഇറുകിയ വെള്ള പാൻസുമാണ് ധരിച്ചിരിക്കുന്നത്. അവൻ്റെ പിന്നാലെ 4 പേർ കൂടി ഇറങ്ങി. നീളൻ പടിക്കെട്ടുകൾ 2 വീതം ചാടി കയറി അവർ ഹോസ്പിറ്റലിനുള്ളിലെത്തി. അവിടെയുണ്ടായിരുന്നവർ ഭയഭക്തി ബഹുമാനത്തോടെ എഴുന്നേറ്റു. അഴകരാജ ആരെയും ശ്രദ്ധിച്ചില്ല. നേരെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ചെന്ന അവൻ അടഞ്ഞുകിടന്ന ഗ്ലാസ് വാതിൽ തള്ളി തുറന്നു. നീങ്ക എങ്ക വെയിറ്റ് പണ്ണുകേ, ഒപ്പമുള്ളവരോട് പറഞ്ഞിട്ട് അഴകരാജ അകത്ത് കടന്നു. ശീതീകരിച്ച മുറിയിലെ ഓപ്പറേഷൻ ടേബിളിൽ ഉടുമ്പ് മരുന്ന് കിടപ്പുണ്ടായിരുന്നു. ഒരു VVIPയെ പരിചരിക്കുന്ന പോലെ ചുറ്റും ഡോക്ടർമാർ. അഴകരാജയെ കണ്ടതും അവർ വഴിയൊഴിഞ്ഞു. ഒന്നേ നോക്കിയുള്ളൂ, അവൻ മുഖം വെട്ടിച്ചു. പഴംതുണി കെട്ടുപോലെ മരുത്. അയാളെ മയക്കി കിടത്തി കാലുകളിൽ ഓപ്പറേഷൻ ചെയ്യുകയായിരുന്നു ഡോക്ടർമാർ. അഴകരാജ അവരെ നോക്കി. ഇപ്പോൾ ഇവൻ എപ്പടി ഇരിക്കുங்க സാർ? 2 കാൽ എലുമ്പുകളും തുണ്ടു തുണ്ടാ ഒടിച്ചിരിക്കെ. ഓപ്പറേഷൻ പണി ഒരവൾക്ക് ശരി പണ്ണിനാൽ കൂടെ എഴുந்து നടക്കിற കാര്യം സന്ദേഹം താൻ. അഴകരാജയുടെ മുഖം ചുവന്നു. എഴുന്നേറ്റ് നടക്കാനാവാത്ത വിധത്തിൽ മരുതിനെ മർദ്ദിച്ച് അവശനാക്കിയിരിക്കുന്നു എന്ന അറിവ് അവന് സഹിക്കാൻ കഴിഞ്ഞില്ല. പോതി നിപ്പാട്ടുങ്കേ, അവൻ കൈ ഉയർത്തി. പിന്നെ മരുതിനെ ഒരിക്കൽ കൂടി നോക്കിയിട്ട് പിന്തിരിഞ്ഞു. ചില്ലുവാതിൽ വലിച്ചു തുറന്ന് അവൻ പുറത്തെത്തുമ്പോൾ ഗുണ്ടകൾ കാത്തു നിൽക്കുകയായിരുന്നു. ആദിയെ എങ്ങനെയെങ്കിലും പിടികൂടി തൻ്റെ അടുത്ത് എത്തിക്കണമെന്ന് അഴകരാജ അവരോട് ആജ്ഞാപിച്ചു. അപ്പോൾ ഒന്നും അറിയരുതെന്നും നിർദ്ദേശിച്ചു. ഗുണ്ടകൾ തലയാട്ടി. വേണ്ടിവന്ന തുണ്ടം തുണ്ടമാ വെട്ടിപ്പോട്ട് ചാക്കിൽ അള്ളിപ്പോട്ട് കൊണ്ടുവന്നിരുവേ, അതുക്കും എങ്ങൾക്ക് എന്താ പറയൂ കിടയാതെ അവർ ഉറപ്പ് കൊടുത്തു. കൊല്ല വേണ്ട, ഏൻ കയ്യാലെ താൻ അവൻ ചാകണം. ആശുപത്രിയാണെന്ന കാര്യം വകവയ്ക്കാതെ അഴകരാജ ഒരു ചുരുട്ട് കടിച്ചു പിടിച്ചു. അനുയായികളിൽ ഒരാൾ പെട്ടെന്ന് ലൈറ്റർ തെളിച്ച് അതിന് തീപിടിപ്പിച്ചു കൊടുത്തു. പെട്ടെന്ന് അഴകരാജയുടെ ഫോൺ ശബ്ദിച്ചു. സ്ക്രീനിൽ തെളിഞ്ഞ നമ്പർ കണ്ടപ്പോൾ അവൻ്റെ കണ്ണുകൾ വജ്രം പോലെ തിളങ്ങി. വാങ്ങിടാ, ഗുണ്ടകളോട് പറഞ്ഞിട്ട് അവൻ ഇന്നോവയ്ക്ക് നേരെ കുതിച്ചു. പിന്നാലെ അനുയായികളും. ഡോറുകൾ തുറന്നടഞ്ഞു. ഇന്നോവ വിമാനത്തിൻ്റെ വേഗത്തിൽ ചീറിപ്പാഞ്ഞു. ആരൽ വായ്മൊഴി. ശേഖരനും സുഗന്ധിയും ഭദ്രയെയും കൂട്ടിക്കൊണ്ട് ആദിയും ലിജോയും വീടിനരികിൽ മടങ്ങിയെത്തി. ഒരു ചാരക്കൂനയായി മാറിക്കഴിഞ്ഞിരുന്നു അത്. ഇടയ്ക്കിടെ വീശുന്ന കാറ്റിൽ ചാരം ഇളകി പറക്കുകയും തീക്കനൽ തിളങ്ങുകയും ചെയ്തു. ഹൃദയം വിണ്ടുകീറി ചോരയൊലിക്കുന്നത് പോലെ ശേഖരൻ തോന്നി. നേരത്തെ വാഹനവ്യൂഹം കണ്ട് ഓടിപ്പോയ അയൽക്കാരൊന്നും മടങ്ങിവരികയോ അവരെ ആശ്വസിപ്പിക്കുകയോ ചെയ്തില്ല. ഈ മണ്ണിൽ ഇനി തങ്ങളെ സഹായിക്കാൻ ആരും ഉണ്ടാവില്ലെന്ന് ശേഖരനറിയാം. ആദ്യ ഫോണെടുത്ത് സാജനെ വിളിച്ചു. നീ എവിടാ? കുറച്ച് അകലെയുണ്ട്. എങ്കിൽ പെട്ടെന്ന് വാ. 5 മിനിറ്റിനുള്ളിൽ സാജൻ്റെ ജീപ്പെത്തി. നീ അങ്ങോട്ട് കയറ്, ആദി ഭദ്രയോട് പറഞ്ഞു. അവൾ അച്ഛനമ്മമാരെ ഒന്ന് നോക്കി. പിന്നെ ജീപ്പിൽ കയറി. ഇനി ഇവിടെ നിന്നാൽ ജീവൻ പോലും ബാക്കി കിട്ടില്ല. അതുകൊണ്ട് വാശി ഉപേക്ഷിച്ച് നിങ്ങളും വായോ. അവൻ ശേഖരനെയും സുഗന്ധിയെയും ഒരിക്കൽ കൂടി നിർബന്ധിച്ചു. പക്ഷേ അവർ വഴങ്ങിയില്ല. ലിജോ, നീ കയറ്. എന്തോ തീരുമാനിച്ചുറച്ച മട്ടിലായിരുന്നു ആദി. ഒന്ന് ശങ്കിച്ചു നിന്നിട്ട് ലിജോ കയറി. അത് കഴിഞ്ഞ് ആദിയും. ജീപ്പ് വിട് സാജ. ആദി അവനെന്തോ ചോദിക്കാൻ ഭാവിച്ചു. വേണ്ട, വിട്ടോടാ. സാജൻ ജീപ്പ് മുന്നോട്ടെടുത്തു. അതിൻ്റെ വെളിച്ചം കണ്ണിൽ നിന്ന് മറയുന്നതുവരെ ശേഖരനും സുഗന്ധിയും നോക്കി നിന്നു. അല്പനേരം കഴിഞ്ഞു. ഭാര്യയെ ചേർത്ത് പിടിച്ചുകൊണ്ട് സങ്കടത്തോടെ ശേഖരൻ ഒരു തെങ്ങിൽ ചാരിയിരുന്നു. 2 പേരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി. നിനക്ക് മരിക്കാൻ പേടിയുണ്ടോ സുഗന്ധി? ശേഖരൻ തിരക്കി. ഇല്ല പറഞ്ഞപ്പോഴേക്കും അവർ പൊട്ടിക്കരഞ്ഞുപോയി.
അപ്പടി നിന്നാ നാങ്ങളെ കൊന്നു തരാൻ. പൊടുന്നനെ ഇരുളിൽ ഒരു ശബ്ദം. നടുക്കത്തോടെ ശേഖരനും സുഗന്ധിയും തലയുയർത്തി. ഇരുളിൽ വെളിച്ചത്തിൻ്റെ നിഴൽ പോലെ ഒരാൾ മഞ്ഞുകൊണ്ട് ഒരു മനുഷ്യനെ ഉണ്ടാക്കി നിർത്തിയിരിക്കുന്നത് പോലെയാണ് അവർക്ക് തോന്നിയത്. ശേഖരനും സുഗന്ധിയും വല്ലവിധേനയും എഴുന്നേറ്റു. ശേഖരൻ വേച്ചുപോയി. സുഗന്ധി പെട്ടെന്ന് അയാളെ താങ്ങി. അടുത്ത നിമിഷം തുളസിത്തോട്ടത്തിലൂടെ തിരമാല തലപ്പിലൂടെ എന്നവണ്ണം 2 ഹെഡ്ലൈറ്റുകൾ പാഞ്ഞു വന്നു. തിരമാലയെ ഇരുവശത്തേക്കും തെറിപ്പിക്കുന്നത് പോലെ തുളസിച്ചെടികൾ 2 വശത്തേക്കും മറിഞ്ഞുകൊണ്ടിരുന്നു. അവരുടെ തൊട്ടുമുന്നിലെത്തി വാഹനം നിന്നു. ഒരു സുമോ വാൻ. അപ്പോഴാണ് സുഗന്ധിയും ശേഖരനും മുന്നിൽ നിന്നയാളെ തിരിച്ചറിഞ്ഞത്. അഴകരാജ. സുഗന്ധിയുടെ ചുണ്ടുകൾ മന്ത്രിച്ചു. ശേഖരന് വിറയൽ കാരണം ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. സുമോയുടെ ലൈറ്റ് അണഞ്ഞില്ല. അതിൽ നിന്ന് 4 പേർ ചാടിയിറങ്ങി അഴകരാജയ്ക്ക് പിന്നിലെത്തി. ഇവങ്ങൾക്ക് വീട് കളയാതാ, യാരോ എല്ലാത്തെയും ഏരിച്ചിട്ടാങ്കേ, അഴകരാജ പരിഹസിച്ചു. പിന്നെ ശേഖരൻ്റെ തൊട്ടു മുന്നിലേക്ക് നീങ്ങി ആ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി. നീ അപ്പാക്കിട്ട എന്നെ പറ്റി പുക്കാർ പണതെല്ലാം ഞാൻ അപ്പാവയെ മറന്നിട്ടേ കേട്ടിയാ. അവൻ അയാളുടെ താടിയിൽ പിടിച്ചൊന്ന് കുലുക്കി. പിന്നെ അഴകരാജ സംസാരിച്ചത് മലയാളത്തിലാണ്. പക്ഷേ എനിക്ക് അവനെ വേണം, എൻ്റെ മരുതിനെ തല്ലിച്ചതച്ചവനെ. അവൻ നിൻ്റെ മോന അല്ലേ? എനിക്കറിയാം, അല്ലാതെ ആരും എൻ്റെ ആളുകളോട് ഇത്ര വീര്യം കാണിക്കില്ല. എന്തു പറയണമെന്നറിയാതെ ശേഖരൻ പകച്ചു. ആദ്യമാണ് അത് ചെയ്തതെന്ന് പറഞ്ഞാൽ ഇവൻ അവനെ തേടിപ്പോകും. ആദ്യയെ അറിയില്ലെന്ന് പറഞ്ഞാൽ തങ്ങളുടെ പ്രാണൻ മാത്രമേ നഷ്ടമാകൂ. എൻ്റെ മോനോ? ആര്? എനിക്ക് അങ്ങനെ ഒരു മോനില്ല, ഒരു മകൾ മാത്രമേയുള്ളൂ. അഴകരാജ അയാളെ അളക്കും മട്ടിലൊന്ന് ചിരിച്ചു. നീങ്കെ എവ്വളോത്താൻ പൊഴിച്ചെന്നാലും ഇന്ത ഉലകത്തിലെ അവനെ കാപ്പാതെ യാരാലും മുടിയാതെ, അവൻ തുടർന്നു. അവൻ്റെ വിധി ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞതാ. അതുകൊണ്ട് അവനെ എങ്ങ് തന്നേര്, ഞാൻ പൊന്നു പോലെ ശ്രദ്ധിച്ചു കൊന്നോളാം. പിന്നെ നിൻ്റെ മോള് ഇഞ്ചപ്പൊട്ടെടുത്ത് ശാരായ മാതിരിയെ അവളിരിക്ക്. ഭൂലോക സുന്ദരിയാണെന്നാ അവളുടെ വിചാരം. ഈ രാത്രിക്കപ്പുറം അവളെ എനിക്ക് വേണ്ട. പക്ഷെ ഒരു രാത്രി അതെനിക്ക് വേണം. പറയടാ, അവളെവിടെ? ശേഖരൻ്റെ ഭീതി സുഗന്ധി മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് അവർ പറഞ്ഞു, രാവിലെ പാറക്കുളത്തിൽ വെച്ച് കാണാതായതാ അവളെ. പിന്നെ ഞങ്ങൾ കണ്ടിട്ടില്ല. സത്യം. അഴകരാജ ഉച്ചത്തിൽ ചിരിച്ചു. അപ്പോൾ നിങ്ങൾക്കാർക്കും ഒന്നും അറിയില്ല. അയാൾ ശേഖരൻ്റെ മുഖമടച്ച് ഒറ്റയടി. അയ്യോ! വെട്ടിയെറിഞ്ഞ വാഴത്തോ പോലെ ശേഖരൻ തെറിച്ചു വീണു. ശേഖരേട്ടാ, വിലപിച്ചുകൊണ്ട് സുഗന്ധി ഭർത്താവിൻ്റെ അടുത്തേക്ക് ഓടി. പക്ഷേ അഴകരാജ അവരുടെ മുടിയിൽ കുത്തിപ്പിടിച്ചു. പിന്നെ തൻ്റെ ആളുകളോട് അലറി, രണ്ടേയും തൂക്കി വണ്ടിക്കുള്ള പോടറാ. ഇവളെങ്ക എന്നാ ചെയ്യണമെന്ന് ഞാൻ അപ്പുറം ചൊല്ലറേ. അനുചരൻ മുന്നോട്ട് വന്നു. അവർ ശേഖരനെയും സുഗന്ധിയെയും വലിച്ചുയർത്തി. അഴകരാജ അവസാന വാചകം പോലെ പറഞ്ഞു, നോക്ക്, നിങ്ങളുടെ മകനെയും മകളെയും എൻ്റെ മുന്നിൽ വരുത്തി കൊല്ലാൻ എനിക്കറിയാം. അതിന് തൽക്കാലം എനിക്ക് നിങ്ങളെയും വേണം. ഗുണ്ടകൾ ഇരുവരെയും സുമോയ്ക്കുള്ളിലേക്ക് തള്ളി. പിന്നെ കൂടെ കയറി. ഡോറുകൾ അടയുന്നതിനൊപ്പം സുമോ തോട്ടത്തെ ഒന്ന് വട്ടം ചുറ്റിയിട്ട് പാഞ്ഞുപോയി. യാതൊരു തിടുക്കവും കൂടാതെ അഴകരാജ റോഡിലൂടെ നടന്നു. അവിടെ അയാളുടെ ഇന്നോവ കാത്തുകിടപ്പുണ്ടായിരുന്നു. സാജൻ്റെ ജീപ്പ് തോവാളയിൽ നിന്ന് ഏതാണ്ട് 8 കിലോമീറ്റർ അകലെ എത്തിയിരുന്നു. ഒഴിവിനാച്ചേരിയിൽ. സാജോ, വണ്ടി നിർത്ത്. ലിജോയെയും ഭദ്രയെയും ഒന്ന് നോക്കിയിട്ട് ആദ്യം പറഞ്ഞു. കാര്യം മനസ്സിലായില്ലെങ്കിലും സാജൻ ജീപ്പ് ഇടത്തേക്ക് ഒതുക്കി. എന്താടാ? ലിജോ പിന്നിൽ നിന്ന് എത്തി നോക്കി. അപ്പോഴത്തെ ദേഷ്യത്തിന് അങ്ങനെയൊക്കെ പറഞ്ഞാലും അച്ഛനെയും അമ്മയെ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോടാ? നീ ഒരു വാക്കു പറഞ്ഞിരുന്നെങ്കിൽ കയ്യും കാലും കെട്ടിയിട്ടാണെങ്കിലും രണ്ടിനെയും ഞാൻ വണ്ടിയിൽ കയറ്റിയാനെ. ഇനിയാണേലും നീ സമ്മതിച്ചാൽ അങ്ങനെ ചെയ്തിരിക്കും ഞാൻ. വേണോ? ആദ്യം മറുപടി പറയും മുമ്പ് ഒരു തേങ്ങലുയർന്നു. ഭദ്ര. എന്തിനാ ഏട്ടാ അച്ഛനെയും അമ്മയും മരിക്കാൻ വിട്ടിട്ട് നമുക്ക് മാത്രം ഒരു ജീവിതം? മരിക്കുന്നെങ്കിൽ എല്ലാവർക്കും ഒന്നിച്ചായിക്കൂടെ? ആദിക്ക് മറുപടി ഉണ്ടായില്ല. അങ്ങനെ അവരെ മരിക്കാൻ വിടുമെന്ന് ആര് പറഞ്ഞടി? പിന്നെ ഇപ്പോൾ ഞാനൊഴികെ എല്ലാവരും കുമളിക്ക് മടങ്ങുകയാണ്. ഏട്ടൻ എന്തു ചെയ്യാൻ പോകുന്നു? ഇവിടെ ഇറങ്ങുന്നു. അച്ഛനും അമ്മയുമായിട്ട് ഞാനങ്ങോട്ട് വരൂ, പോരെ? നീ ഒറ്റയ്ക്ക്, അതും ഒരു വാഹനം പോലുമില്ലാതെ? ലിജോ പറഞ്ഞു. നിന്നെ അങ്ങനെ ഞാൻ വിടില്ല. ഒരു കാര്യം ചെയ്യാം, നിനക്ക് നിർബന്ധമാണേൽ ഭദ്രയെ സാജൻ കൊണ്ടുപോകട്ടെ. ഞാൻ നിൻ്റെ കൂടെ വരുക. ലിജോ, ആദ്യം വിളിച്ചു. ഇവിടെ ഞാൻ ഒറ്റയ്ക്ക് മതിയടാ. അങ്ങനെയേ ആകാവൂ. 2 ദിവസമായി ഓഫ് ചെയ്തു വച്ചിരുന്ന തൻ്റെ സെൽഫോൺ എടുത്ത് അവൻ ഓൺ ചെയ്തു. അടുത്ത നിമിഷം അത് ബെല്ലടിക്കാൻ തുടങ്ങി. അവൻ അതിലേക്ക് നോക്കി. ഏതോ അപരിചിത നമ്പർ. എടുക്കണോ വേണ്ടയോ? ആ ചിന്തയ്ക്കിടയിൽ ബെല്ലടിച്ചു നിന്നു. ഒരു നിമിഷം കഴിഞ്ഞു വീണ്ടും തുടങ്ങി. അവൻ റിസീവിംഗ് ബട്ടൺ അമർത്തി. മോനെ. ആദ്യം കേട്ടത് ഒരു നിലവിളിയാണ്. സുഗന്ധിയുടെ നിലവിളി. അമ്മേ. പരിശ്രമം മറന്ന് ആദ്യം അലറിപ്പോയി. മറ്റുള്ളവർ നടുങ്ങി. വീണ്ടും സുഗന്ധിയുടെ ശബ്ദം. ഞങ്ങളെ കൊന്നോട്ടടാ ഇവര്. എന്നാലും നീ മടങ്ങി വരരുത്. ഭദ്രമോൾക്കൊന്നും സംഭവിക്കരുത്. വന്നാൽ ഇവർ കൊല്ലും. രക്ഷപ്പെട്ടു പോയിക്കോ. പൊടുന്നനെ ഒരടിയുടെ ശബ്ദം. ഒപ്പം സുഗന്ധിയുടെ അടുത്ത നിലവിളിയും. അവളെ ഒന്നും ചെയ്യല്ലേ. ഇത്തിരി അകലിൽ നിന്നാണെന്ന് തോന്നി അച്ഛൻ വിലപിക്കുന്നു. ആദ്യയുടെ സിരകളിലെ ചോരയൂട്ടം വേഗത്തിലായി.
ഒരു നിമിഷം അവൻ പതറി. എങ്കിലും കടപ്പല്ലുകൾ ഞെരിഞ്ഞു. അമ്മേ, ഉങ്ക അമ്മ കിടയാതെടാ. ഞാൻ താൻ അഴകരാജ. ഇനിമേ ഉൻ വാഴ്കയിൽ ഉങ്ക അപ്പാവയും അമ്മാവയും പാർക്കണമെന്നാ എൻ കൺമുന്നാടി വന്നില്ലേ? വരുമ്പോൾ ഉൻ കൂടെ പിറന്നവളെയും കൂട്ടിക്കോ. ഇല്ലാട്ടി ഇവങ്ക പൊണത്തുകൂടെ എന്നാലേ കണ്ടുപിടിക്കാൻ മുടിയാതെ. അഴകരാജ ആദ്യം ഗർജിച്ചു. ഇനി നീ ചെകുത്താൻ്റെ രാജയാണെങ്കിലും എൻ്റെ അച്ഛൻ്റെയോ അമ്മയുടെയോ മേൽ കൈവച്ചാൽ നിന്നെ ഞാൻ കുത്തി നുറുക്കും. നീ ഏതു മാളത്തിൽ കയറി ഒളിച്ചിരുന്നാലും. രോഷത്താൽ അവൻ അടിമുടി വിറച്ചു. അപ്പോൾ മലയാളത്തിൽ അഴകരാജ പറഞ്ഞു, അത്രയ്ക്ക് ചങ്കറുപ്പുള്ളവനാണെങ്കിൽ നീ വാടാ. ഞാൻ വരും. നീ എവിടെയാണ് പറയടാ നായേ? നീ നേരെ തേരേക്കാൽ പുത്തൂർ ജംഗ്ഷനിലെത്ത്. അവിടെ എൻ്റെ ആളുകൾ വാഹനവുമായി കാത്തു കിടക്കും. ബട്ട് വൺ ഡിമാൻഡ്, നിൻ്റെ കൂടെ അവൾ ഉണ്ടാവണം. ഭദ്ര, നിങ്ങൾ രണ്ടാളും മാത്രം എൻ്റെ വണ്ടിയിൽ കയറണം. എൻ്റെ മുന്നിലെത്താം. ആദ്യം ചിന്തിച്ചു, സിംഹത്തിൻ്റെ മടയിലേക്കാണ് പോകുന്നത്. പക്ഷേ ഭദ്ര, ഞാൻ ഒറ്റയ്ക്ക് വരാമിടാ. അത് വേണ്ട, എനിക്ക് അവളും വേണം. എൻ്റെ കൺമുമ്പിൽ നിന്ന് അവളെയും നിൻ്റെ അപ്പ അമ്മാവെയും രക്ഷിച്ചു കൂട്ടിയിട്ട് പോണേൽ ആയിക്കോ. അങ്ങനെയാണേൽ സമ്മതിക്കാം. നീ ഒരു ധൈര്യശാലിയാണ് ആമ്പിളയെന്ന്. എന്നാ എനിക്കൊന്ന് ചിന്തിക്കണം. അഴകരാജയ്ക്ക് മലയാളവും തമിഴും വശമുണ്ടെന്ന് ആദിക്ക് മനസ്സിലായി. യോസിക്കുന്നതർക്ക് ഉനക്ക് എവ്വളോ നേരം വേണം? നിന്നെ ഞാൻ അങ്ങോട്ട് വിളിക്കാം. ആദ്യ കാൾ കട്ട് ചെയ്തു. ലിജോയും സാജനും ഉദ്വേഗത്തോടെ അവനെ നോക്കിയിരിക്കുകയായിരുന്നു. അവൻ കാര്യം പറഞ്ഞു. എന്തു വന്നാലും ഭദ്രയെ കൊണ്ടുപോകാൻ പാടില്ല, ലിജോയും സാജനും ഏകസ്വരത്തിൽ പറഞ്ഞു. പിന്നെ എന്തു ചെയ്യും? ആദ്യ തൻ്റെ വലത് കൈ ചുരുട്ടി ഇടത് കൈവളയിൽ ഇടിച്ചു. പൊടുന്നനെ അവനൊരാശയം കിട്ടിയതുപോലെ ഭദ്രയെ നോക്കി. നിനക്ക് ഗൗണ്ടറുടെ വീട് എവിടെയാണെന്ന് അറിയാമോടി? അറിയാം. എങ്കിൽ വഴി പറഞ്ഞോ. സാജ, നീ വണ്ടിയെട്. അവിടെ പോയിട്ട്? ഭദ്രയ്ക്ക് സന്ദേഹം. മൂക്ക് മുങ്ങിയാൽ പിന്നെ വെള്ളത്തിൽ ആഴം അളന്നിട്ട് എന്താടി? രക്ഷപ്പെടാൻ ഒരു അവസാന ശ്രമം നടത്തണം, അത്രമാത്രം. ഗൗണ്ടറുടെ വീട്ടിലെത്തുമ്പോൾ എന്തെങ്കിലും ഒരു വഴി തുറന്നു കിട്ടും. സാജൻ ജീപ്പ് തിരിച്ച് വന്ന വഴിയെ വിട്ടു. ഭദ്ര വഴി പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു. തോവാള പിന്നിട്ട് രാജാ മെഡിക്കൽ ഡെൻ്റൽ കോളേജ് കഴിഞ്ഞപ്പോൾ ഭദ്ര പറഞ്ഞു, വലത്തേക്ക്. ജീപ്പ് റോഡിൽ വല്ലാത്തൊരു ശബ്ദമുണ്ടാക്കിക്കൊണ്ട് അവിടേക്ക് തിരിഞ്ഞു. അല്പം പോയപ്പോൾ റോഡിന് ഇരുവശത്തും മുൾക്കാടുകൾ ദൃശ്യമായി. അതിനപ്പുറം ഒരു പാർക്കിലേതുപോലെ ദീപാലങ്കാരങ്ങൾ. അതാ ഗൗണ്ടറുടെ വീട്. ഭദ്ര കൈ ചൂണ്ടി. അവൾക്ക് നെഞ്ചിൽ പേര് തുടങ്ങിയിരുന്നു. അരമിനിറ്റ് കഴിഞ്ഞപ്പോൾ സാജൻ ജീപ്പിൻ്റെ വേഗത കുറച്ചു. കൊട്ടാരം പോലെ ഒരു ബംഗ്ലാവ്. കെട്ടിടത്തിൻ്റെ 2ാം നിലയെ റോഡിൽ നിന്ന് കാണാൻ കഴിയും. ചുറ്റും 10 അടി പൊക്കമുള്ള മതിൽ. അതിൽ 5 അടി അകലത്തിൽ ലൈറ്റുകൾ. വീടിന് തൊട്ടരികിൽ ഒരു കാറ്റാടി യന്ത്രം ഉണ്ടായിരുന്നു. അതിലാ ഗൗണ്ടറുടെ വീട്ടിലേക്കുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്, ഭദ്ര പറഞ്ഞു. ഭൂമിയുടെ കിടപ്പ് കൊണ്ടാവും ഇവിടെ എപ്പോഴും നല്ല കാറ്റുണ്ട്. എല്ലാം കണക്ക് കൂട്ടിയാണ് ഗൗണ്ടർ ഇവിടെ തന്നെ വീട് വച്ചിരിക്കുന്നതെന്ന് ആദിക്ക് തോന്നി. കൂറ്റൻ ഗേറ്റ്. അതിലെ കറുത്ത പെയിൻ്റ് അടിച്ച ഇരുമ്പു തകിടുകൾ അകത്തെ കാഴ്ചകൾ മറയ്ക്കുന്നു. തകിടിൻ ഗോൾഡൻ നിറമുള്ള വലിയ പൂക്കൾ പ്രൊജക്റ്റ് ചെയ്തു നിൽക്കുന്നു. ഗേറ്റ് കാലുകൾക്ക് മുകളിൽ മുന്തിരിക്കുലകൾ പോലെ അനേകം ബൾബുകളുടെ കൂട്ടം. മുന്നിൽ ഇരുവശങ്ങളുമായി ഇരുമ്പ് പീരങ്കികൾ. ഗൗണ്ടർക്ക് മലയാളം അറിയാമോടി? ആദി ഭദ്രയെ നോക്കി. അറിയാം. നല്ലത്. സാജ, വണ്ടി അകത്തേക്ക് കയറത്തക്ക വിധത്തിൽ നിർത്തിക്കോ. അവൻ അപ്രകാരം ചെയ്തു. ഹെഡ്ലൈറ്റുകളുടെ വെളിച്ചം ഗേറ്റിൽ തറഞ്ഞു. ആദി കൈനീട്ടി 2 തവണ ഹോൺ മുഴക്കി. അടുത്ത നിമിഷം ഗേറ്റിൽ ഒരു ചതുരക്കള്ളി നീങ്ങി. അവിടെ വാച്ചറുടെ മുഖം കണ്ടു. എന്നെ വേണം? വാച്ചർ ചോദിച്ചു. അത് കേൾക്കാത്ത പോലെ അവൻ വീണ്ടും ഹോണടിച്ചു. വാച്ചർ കോപത്തോടെ പോക്കറ്റ് ഗേറ്റ് തുറന്ന് ഇറങ്ങി വന്നു. അയാളുടെ കയ്യിൽ ഒരു ഇലക്ട്രിക് ലാത്തി ഉണ്ടായിരുന്നു. എന്നടാ, ഞാൻ കേട്ടത് പുരിയലിയാ? ഇല്ലെണ്ണാച്ചി, ആദി പറഞ്ഞു. മര്യാദയ്ക്ക് ഗേറ്റ് തുറക്ക്. എതിക്ക്? നിന്റെ അപ്പൻ്റെ കല്യാണം നടത്താൻ. പറഞ്ഞതും കൈനീട്ടി ഒറ്റ ഇടിയായിരുന്നു അവൻ. വാച്ചറുടെ കയ്യിലിരുന്ന ലാത്തി പിടിവിട്ടു പോയി. ആദി വാച്ചറുടെ കഴുത്തിൽ കൈ ചുറ്റി തല ജീപ്പിനുള്ളിലാക്കി. ലിജോയെ! ആ വിളിയുടെ അർത്ഥം മനസ്സിലാക്കി ലിജോ പെട്ടെന്ന് പുറത്തിറങ്ങി. അവൻ ഗേറ്റിനുള്ളിലേക്ക് കടന്ന് അത് മലർക്കെ തുറന്നു വെച്ചു. ആദി വാച്ചറിലെ പിടിവിട്ടില്ല. സാജൻ ജീപ്പ് അകത്തേക്ക് എടുത്തുകൊണ്ട് ജീപ്പ് ഗൗണ്ടറുടെ ബംഗ്ലാവിന് മുന്നിലെത്തി. ഭദ്ര ഭയന്നു പോയി. ഡോർ തുറന്ന് ആദി തറയിൽ കാൽ കുത്തി. വാച്ചർ കുതറി. പക്ഷെ അവൻ വിട്ടില്ല. അയാളുടെ കഴുത്ത് തൻ്റെ കക്ഷത്തിലാക്കി. ആദി വാതിലിന് നേരെ നടന്നു. വാച്ചർ പതറിയ ശബ്ദത്തിൽ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. ലിജോ പിന്നാലെ ഓടിയെത്തി. അവൻ വാച്ചറുടെ കൈ പിടിച്ചുയർത്തി കോളിംഗ് ബെല്ലിൽ അമർത്തി പിടിച്ചുകൊണ്ടേയിരുന്നു. അകത്ത് അപകടകരമായ രീതിയിൽ ബെല്ലടി തുടർന്നു. ബംഗ്ലാവിൽ ലൈറ്റുകൾ തെളിഞ്ഞു. യാരടാ, തിമിരം നടിക്കുകയാ? ഒരു ഗർജനത്തോടൊപ്പം വാതിൽ തുറക്കപ്പെട്ടു. ഉയരം കുറഞ്ഞ ഒരു കറുത്ത തടിയൻ. അയാൾക്ക് കഴുത്തില്ലെന്ന് തോന്നി. സ്വർണ്ണ രുദ്രാക്ഷത്തിൻ്റെ ഒരു മാല മാത്രമാണ് കഴുത്തുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്നത്. വെള്ള മുറിക്കയ്യൻ ഷർട്ടും മുണ്ടും വേഷം. നൈറ്റിയിൽ ഒരു ചുവന്ന കുറി. 8 വിരലുകളിലും മോതിരങ്ങൾ. ഗൗണ്ടർ അരുണാചലം. അവിടെ കണ്ട കാഴ്ച ഗൗണ്ടറെ ഞെട്ടിച്ചു. തൻ്റെ മുന്നിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു സംഭവം. വിട്ടൊന്നുപ്പെടാ വാച്ച്മാനെ, ഞാൻ ആരെന്ന് തെരയുമോ അവനക്ക്?
ഗൗണ്ടർ ആദ്യ അടിമുടി നോക്കി. അയാളുടെ കണ്ണുകൾ ചുവന്നു. ഗൗണ്ടർ കൈ ചൂണ്ടി. മലയാളത്തിൽ മൊഴിഞ്ഞാലും ഗൗണ്ടറെ, താൻ ആരെന്നറിഞ്ഞോണ്ട് തന്നെയാ എൻ്റെ വരവ്. ഇലക്ഷനിൽ തന്നെ തോൽപ്പിച്ച എതിർ സ്ഥാനാർത്ഥിയായെ കൊന്നതാണല്ലോ തനിക്ക് ഇത്രയും പേര് നേരിടുന്നത്. പിന്നെ കേസിൽ നിന്ന് പുല്ലുപോലെ ഊരിപ്പോന്നതും. കേരളത്തിലെ രാഷ്ട്രീയക്കാരെ വച്ച് നോക്കുമ്പോൾ താൻ വെറും ഒരു പുഴുവ, കറുത്ത പുഴു. മിന്നൽ വേഗത്തിൽ ഗൗണ്ടറെ തള്ളി മാറ്റിക്കൊണ്ട് വാച്ച്രേയും വലിച്ചിഴച്ച് ആദി ബംഗ്ലാവിനുള്ളിൽ കടന്നു. വാതിൽക്കൽ ലിജോ കരുതലോടെ നിന്നു. ആരാ നീ? എന്ത് വേണം നിനക്ക്? ഗൗണ്ടർ മലയാളത്തിലായി സംസാരം. എൻ്റെ അനുമതിയില്ലാതെ ഒറ്റയാൾ പോലും ആ ഗേറ്റ് കടന്നു വന്നിട്ടില്ല ഇത്ര നാളും. അതാ ഗൗണ്ടറെ കുഴപ്പം. ആദി ചിരിച്ചു. വല്ലപ്പോഴും ആരേലും വരുന്നതിൽ താനിപ്പോൾ ഇങ്ങനെ പറയത്തില്ലായിരുന്നു. ഇനി നീ ജീവനോടെ മടങ്ങിപ്പോകുമോ? അതെന്താ, തനിക്ക് മനുഷ്യത്വം എന്ന പരിപാടിയുണ്ടോ? ആ കൂസലില്ലായ്മ ഗൗണ്ടറുടെ ഉള്ളിൽ ഒരു നടുക്കമുണ്ടാക്കി. അയാൾ പെട്ടെന്ന് തിരിഞ്ഞ് നടക്കാനാഞ്ഞു. അത് വേണ്ട ഗൗണ്ടറെ, താൻ ആരെയെങ്കിലും വിളിച്ചാൽ അവർ വരുന്നതിന് മുമ്പേ തൻ്റെ ശവം ഇവിടെ വീഴും. ദേ ഇങ്ങനെ. പറഞ്ഞതും ആദി വാച്ചറുടെ തലയൊന്ന് വെട്ടിച്ചു. കഴുത്തിലെ അസ്ഥി ഒടിയുന്നത് പോലെ ഒരു ശബ്ദം. വാച്ചറുടെ അലർച്ച ബംഗ്ലാവിനെ വിറപ്പിച്ചു. അതിനുള്ളിൽ ഉറങ്ങിക്കിടന്നവരൊക്കെ ചാടി എഴുന്നേറ്റു. ആദി വാച്ചറെ കറക്കി വിട്ടു. കഴുത്തൊടിഞ്ഞ കോഴിയെപ്പോലെ അയാൾ ഗൗണ്ടറുടെ കാൽക്കൽ കുഴഞ്ഞു വീണു പിടഞ്ഞു. ഗൗണ്ടർ മരവിച്ചുപോയി. ബംഗ്ലാവിനുള്ളിൽ എവിടെ നിന്നൊക്കെയോ തിടുക്കത്തിൽ പാഞ്ഞെത്തുന്ന കാലൊച്ചകൾ. ആദിയും ലിജോയും അത് കേട്ടു. പരസ്പരം നോക്കി. ഇരുവരും കുറെ കൂടി കരുതി നിന്നു. ആദി ഗൗണ്ടറുടെ നേർക്ക് കണ്ണയച്ചു. അയാളുടെ മുഖത്ത് പൊടുന്നനെ ഒരു കൗശലം മിന്നിയതുപോലെ തോന്നി. ആദിക്ക് അപകടത്തിൻ്റെ ചൂരു മണത്തു. ഞൊടിയിടയിൽ അവൻ മുന്നോട്ട് കുതിച്ചു ഗൗണ്ടറുടെ പിന്നിലെത്തി. അയാളുടെ അരക്കെട്ടിന് കുറുകെ ഒരു വലയമായി. അവൻ്റെ ഇടത് കൈ വീണു. ഒപ്പം ഇടുപ്പിൽ നിന്നൊരു കടാര വലിച്ചെടുത്തു. ഗൗണ്ടറുടെ താടിക്കടിയിൽ കഴുത്തിൽ കുറുകെ ചേർത്തു. ആണും പെണ്ണുമായി 10-15 പേർ അപ്പോഴേക്ക് വിശാലമായ ഹാളിലെത്തിയിരുന്നു. മുന്നിലെ ദൃശ്യത്തിൻ്റെ നടുക്കത്തിൽ അവരെല്ലാം പിടിച്ചു നിർത്തിയതുപോലെ നിന്നു. ആർക്കും ഒരിക്കലും സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഒരു രംഗമായിരുന്നു അത്. നോക്ക്, ആദി ഗൗണ്ടറുടെ കാതിൽ മന്ത്രിച്ചു. എനിക്ക് നിങ്ങളെ ഉപദ്രവിക്കണമെന്നോ നിങ്ങളുടെ സ്വത്തുക്കൾ കൊള്ളയടിക്കണമെന്നോ യാതൊരു ആഗ്രഹവുമില്ല. ഗൗണ്ടർ മിണ്ടിയില്ല. ഒന്നനങ്ങുക കൂടി ചെയ്തില്ല. കാരണം തൻ്റെ കഴുത്തിൽ മുട്ടിയിരിക്കുന്ന കടാരയുടെ മൂർച്ച ആ സ്പർശനത്തിൽ നിന്ന് തന്നെ അയാൾ തിരിച്ചറിഞ്ഞിരുന്നു. ഉമിനീരിറക്കുമ്പോൾ പോലും നേരിയ നീറ്റിൽ തോന്നി ഗൗണ്ടർ അരുണാചലത്തിന്. അയ്യോ അയ്യോ, ഗൗണ്ടറുടെ ഭാര്യ നിലവിളിച്ചു. പിന്നെ ചുറ്റും കൂടിയാർക്കു നേരെ ചീറി. എന്നടാ പാർത്തിട്ട് ചുമ്മായിരിക്കേ? അയ്യാവേ, അന്ത റൗഡി കടന്നു പിടിച്ചിരിക്കുന്നത് പാർത്ത് മുഴിച്ചു നിൽക്കിരിക്കേ. കൊല്ലടാ അവനെ. വേണ്ടെന്ന് പറഞ്ഞ ഗൗണ്ടറെ. ആദിയുടെ ശബ്ദം കനത്തു. അവർ എൻ്റെ ശരീരത്തിൽ തൊട്ടാൽ കളി മാറും. മാങ്ങ പൂളുന്നത് പോലെ ഞാനങ്ങ് പൂളും. നിങ്ങളുടെ തലയും ഉടലും രണ്ടായിട്ട് ഇവിടെ കിടന്ന് പെടയും. അത് വേണോ? ഗൗണ്ടർക്ക് സംസാരിക്കാനായി അവൻ കടാര അൽപാകത്തി പിടിച്ചു. ഓടിയെത്തിയവരിൽ 4-5 പേർ ആക്രോശത്തോടെ മുന്നോട്ടാഞ്ഞു. അയ്യോ, എങ്ങൾക്ക് കടവൾക്ക് സമം. അവളെങ്കിൽ തൊട്ടവനെ കൊന്നിടുവൻ. വിടറ അയ്യാവേ. ഗൗണ്ടർ പെട്ടെന്ന് കൈ ഉയർത്തി. വേണ്ട. മുന്നോട്ടാഞ്ഞവർ ഒന്ന് ശങ്കിച്ചു നിന്നു. കഥ തുടരും.